രണ്ടിന്റെ മുഖം കണ്ടാൽ അറിയാം കാര്യം പറഞ്ഞിട്ടില്ല. മമ്മി അതൊന്നും എനിക്കൊരു കാരണവും കേൾക്കണ്ട, നീ ഒട്ട് പറയും വേണ്ട. അതെ, നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നടത്തി കാണിക്കണം. മമ്മി ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കടി. മാമി വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. നമ്മുടെ അതേ അവസ്ഥ ഇന്ന് വേറൊരാൾക്ക് ഓഫീസിൽ ഉണ്ടായ മമ്മി. അയാളെടുത്ത് അമ്മല് ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങൾ പേടിച്ച് നിൽക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് പ്രതിസന്ധി. നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയാം. വേണ്ട വേണ്ട, നമ്മൾ നാളെ പറഞ്ഞോളാം. ആഹാ, ഈ നാളെ എന്ന് പറഞ്ഞാണ് ഇവിടം വരെ എത്തിച്ചത്. പിന്നെ ഇന്ന് തന്നെ പറയണം. ഇന്നിപ്പോ എവിടെ പോയി വീട്ടിൽ പോയില്ലേ? എടാ, ഈ ഫോൺ എന്ന് പറയുന്ന സാധനം നീ കൊണ്ടു നടക്കണേ എന്തിനാ? ഈ റീൽസ് കാണാൻ വേണ്ടി മാത്രമാണ്. എടാ പൊട്ട, നിനക്ക് ഇതുവരെ മനസ്സിലായില്ല? വിളിക്കാം. ആ, എന്റെ കാര്യം പറയാൻ എന്നോട്. നാളെ ആവട്ടെ. നാളെ ആവട്ടെ. ഇന്ന് പറയാൻ പറഞ്ഞ നാളെ എന്നാണ് പറയേണ്ടത്. നീ വിളിക്കടാ ഇങ്ങോട്ട് വേഗം. വിളിക്കാൻ പോണ വിളിക്കടാ ഇങ്ങോട്ട്. വിളിക്കല്ലേ? ടെൻഷൻ ഉണ്ടോ? പിന്നല്ല. ആ ഹലോ ബോസ്, ഡ്രൈവിംഗ് ആണോ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ് ബോസ്. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം. അത് കുറച്ചായിട്ട് പറയണമെന്ന് ചോദിച്ചിട്ട് പറയാണ്. അതായത് ഞാനും ജെസ്സിയായിട്ട് ഇഷ്ടത്തിലാണ്. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. ബോസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ബോസ് വിചാരിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല. ഓരോ പ്രാവശ്യം പല രീതിയിൽ ഞാനും ജെസ്സി വന്ന് സംസാരിക്കാൻ വേണ്ടി നോക്കിയാണ്. അത് നടന്നില്ല. ഇപ്പം പിന്നെ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ല, ഇനി കൂടുതൽ പ്രശ്നത്തിലോ പോകുന്നു വെച്ചിട്ടാണ് ഇപ്പം തന്നെ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇത് ബോസിനടുത്ത് എങ്ങനെയെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം വിളിച്ചാണ് കേട്ടോ. ശരി, വേറെ നമ്മളെ പറ്റി ഒന്നും വിചാരിക്കില്ല. നമ്മളങ്ങനെ ഒരു ബോസിനെ ചതിക്കാൻ വേണ്ടി ചെയ്തതല്ല. ശരി, എന്ത് പറഞ്ഞു? ഞാൻ കട്ട് ചെയ്തു. ടോം എന്ത് പണിയാ കാണിച്ചത്? അമൽ സാർ എന്താ പറയുന്നത് നമുക്ക് കേൾക്കണ്ടായിരുന്നോ? അവന് വേണേ ഞാൻ വിളിക്കരുത് തിരിച്ച്. എനിക്ക് വയ്യ. ഇനി എന്തൊക്കെ ടെൻഷൻ ആയിരിക്കും അറിയാമോ? അയാൾ ഇത് വിളിച്ചാ നിങ്ങൾ ഫോണേ എടുക്കണ്ട. എടുക്കണ്ടെന്നേ. എടുക്കണ്ടെന്ന് പിന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ എങ്ങനെ എടുക്കാതിരിക്കണത്? എടാ, നീ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എടുക്കണ്ട, അത്രേ ഉള്ളൂ. എടുക്കാൻ അങ്ങനെ ശരിയാവും. അങ്ങോട്ടേ ആ ഫോൺ പിടിച്ചേ. നിങ്ങൾ കുറച്ചു നേരം സമാധാനമായിട്ട് ഇരിക്കും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി. അതങ്ങനെ അങ്ങനെ വിചാരിക്കും. പ്രശ്നം ഇത് എന്തായാലും ഒരു ദിവസം പ്രശ്നമാവും. അതങ്ങോട്ട് നേരത്തെ തീർന്നെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി കേട്ടാ. അമ്മി ടോമിനെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അയാൾ എന്നെ വിളിക്കും. അപ്പൊ നീ നിന്റെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്ക്. ഒരു കുഴപ്പമില്ല. നീയേ എന്തായാലും ഇവനെ കൂട്ടി മുകളിലോട്ട് പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. സമാധാനമായിട്ടിരിക്കും. എന്തായാലും അവൻ വിളിച്ചാൽ എടുക്കാൻ വേണ്ട. ആ ഫോൺ അങ്ങ് ഓഫാക്കി വെച്ചേക്ക്. എന്നാ നിന്റെ ഫോൺ. ആ ചായങ്ങ എനിക്കും മതി. പോക്കോ.